സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. ബസ്സിൽ ലൈംഗികാതിക്രമ നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതീക്ഷ. അറസ്റ്റ് ചെയ്തതൊക്കെ ഓക്കെ, സന്തോഷമുള്ള കാര്യമാണ്. മൂക്കിന്റെ തുമ്പിലിരുന്നിട്ട് ഇന്നാണല്ലോ പിടിക്കാൻ പറ്റിയത്, വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരു ഡൗട്ട്, ഇവളെ ഈ കാറിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോകണത് ഇവളെന്താ വല്ല സെലിബ്രിറ്റി ആണോ, വല്ല ഇനാഗുറേഷന് കൊണ്ടുപോകണതാണോ? ഇവളെന്താ പോലീസ് ജീപ്പിനകത്തോട്ട് കയറ്റത്തില്ലയോ? അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണ കണ്ടിട്ട് കഷായം ഗ്രീഷ്മയെ തെളിവെടുപ്പിന് കൊണ്ടുപോയത്, ടൂറിന് കൊണ്ടുപോയത് പോലെയാണല്ലോ കഷായം ഗ്രീഷ്മയെ തെളിവെടുപ്പിന് കൊണ്ടുപോയത്. അതുപോലെ തോന്നുന്നു. എത്രത്തോളം കേസ് സ്ട്രോങ് ആവുമെന്ന് കണ്ടറിയാം. ഒരു പാവപ്പെട്ടവനെ കൊലയ്ക്ക് കൊടുക്കാൻ ബസ്സിനകത്ത് കയറി നിന്ന് ഞെളിഞ്ഞ് നിന്ന് വീഡിയോ എടുത്തപ്പം അവളെ മൂഞ്ചി മൊത്തം വെളിയിലുണ്ടായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് നോക്ക്. എന്ത് തെണ്ടിത്തരം കാണിച്ചാലും കയറി ഒളിക്കാനുള്ള ഒരു ഡ്രസ്സായിട്ടാണ് പറതയെ കണ്ടേക്കുന്നത് അല്ലേ? നല്ലതാ മാമി എന്ന് പറയുമ്പോൾ നല്ലതാ മോളെ. ആ ആർജവൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ ഒരു പാവപ്പെട്ടവനെ കൊലയ്ക്ക് കൊടുക്കാൻ. സൂം ചെയ്ത് പല ഭാഗങ്ങളിൽ പല ആംഗിളിൽ സ്ലോ മോഷനിൽ എടുത്തിട്ട് ഒരുത്തനെ കുരുതി കൊടുത്തപ്പോൾ എന്തൊരു ചിരിയായിരുന്നു മുഖത്ത്, എന്തൊരു ഭാവമായിരുന്നു. ഇപ്പോഴോ മോന്ത വെളി കാണിക്കണ്ടേ? റീച്ച് ആവാനല്ലേ ആഗ്രഹമായിരുന്നു, വൈറലാവാനല്ലേ? അന്തസ്സായിട്ട് ഇപ്പം കഷായം ഗ്രീഷ്മ ജയിലിൽ കിടന്ന് ബുക്കൊക്കെ വെച്ച് പഠിക്കും പോലെ അന്തസ്സായിട്ട് ജയിലിൽ കിടന്ന് നല്ല രീതിക്ക് ഇനി വൈറലാവാം. പിന്നെ കണ്ടറിയണം. ഇപ്പം തന്നെ VIP ട്രീറ്റ്മെൻറ്റിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. കണ്ടറിയണം ഇതിനൊക്കെ എത്രത്തോളം ശിക്ഷ കിട്ടുമെന്ന്. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം.